മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ ആപ്പിന്റെ മറവിൽ കോടികൾ തട്ടിയ കേസിലെ പ്രതികളെ കൊച്ചി സൈബർ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 2023 ഡേറ്റാ ചോർച്ചയിലാണ് പ്രതികൾക്ക് വാഹന ഉടമകളുടെ വിവരങ്ങൾ ലഭിച്ചതെന്നാണ് സൂചന. പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് 10,000-കണക്കിന് വാഹന ഉടമകളുടെ വിവരങ്ങളാണ് ചോർന്നത്. കേരളമടക്കം 6 സംസ്ഥാനങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് വിവരങ്ങൾ ചോർത്തിയാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. ഡേറ്റ ചോർച്ചയിൽ ഡാർക്ക് വെബിലെ പല വെബ്സൈറ്റുകളിലും വാഹന ഉടമകളുടെ വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഇതിൽ നിന്ന് പണം നൽകി വാഹന ഉടമകളുടെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ പ്രതികൾ വാങ്ങിയതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റിമാൻഡിലുള്ള ഉത്തർപ്രദേശ് സ്വദേശികളായ അതുൽ കുമാർ സിംഗ്, മനീഷ് സിംഗ് എന്നിവരെ സൈബർ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇവർ തട്ടിപ്പിന് ഉപയോഗിച്ചിരുന്നത് വില കൂടിയ ഫോണുകളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത 5 മൊബൈൽ ഫോണുകളിലെ വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. മൂന്നാം പ്രതിയും തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരകനുമായ 16 വയസ്സുകാരനാണ് APK ഫയൽ ഉണ്ടാക്കുകയും തട്ടിപ്പിന് കളമൊരുക്കുകയും ചെയ്തത്. ഇയാളോട് 10 ദിവസത്തിനകം കമ്പ്യൂട്ടറും മറ്റുപകരണങ്ങളുമായി മാതാപിതാക്കൾക്കൊപ്പം കാക്കനാട് സൈബർ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹാജരായില്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ റിപ്പോർട്ട് നൽകാനാണ് സൈബർ പോലീസിന്റെ നീക്കം. കൊച്ചി നഗരത്തിൽ മാത്രം 96 പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രം ഇവർ തട്ടിയെടുത്തത് 50 ലക്ഷത്തോളം രൂപയാണ്. ജനം, കൊച്ചി.